നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ച ഷൈനിയും രണ്ട് മക്കളും ഏറെ ദിവസം കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. വളരെ വിവാദമായ ആ സംഭവത്തിന് ശേഷം ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഭർത്തൃ വീട്ടുകാർ ആ പ്രതിസ്ഥാനത്തായി. വളരെയധികം ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം ചർച്ചയും ചെയ്തു. എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയും. വളരെ ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഈ നീക്കം പൂർത്തിയാകുമ്പോൾ ഷൈനി കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്നും ആ കുടുംബത്തിന് യാതൊരു പങ്കും ഇതില്ല, അതായത് ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബത്തിന് ഇതുമായി, ഷൈനിയുടെ മരണവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമം ഇതിനിടയിൽ നടത്തിയത് പല മാധ്യമങ്ങളും വേണ്ടവിധം ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ കുടുംബശ്രീയിൽ നിന്ന് ഷൈനി എടുത്തിട്ടുള്ള കടത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതിനു മുമ്പ് ആർക്ക് വേണ്ടി എടുത്തു? ഭർത്താവിന് വേണ്ടി, ഭർത്തൃ വീട്ടുകാർക്ക് വേണ്ടി ഷൈനി കടമെടുത്തു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കടം എടുത്തിട്ടുള്ളത് ഷൈനി ആയതുകൊണ്ടും ഷൈനിയാണ് അതിന്റെ ബാധ്യത എന്നതുകൊണ്ടും ഈ ഷൈനിക്കെതിരെ കുടുംബശ്രീ പരാതി കൊടുത്ത കാര്യം വാർത്തകൾ വന്നിരുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ബാധ്യത ആർക്കാണ്? ഷൈനിക്കാണ്. ഇവിടെ അത്തരത്തിലൊരു കടബാധ്യത ഉള്ളതായിട്ടോ കടം എടുത്തതായിട്ടോ തങ്ങൾക്ക് അറിയില്ല എന്നും തങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നും കുടുംബം നേരത്തെ മൊഴി നൽകിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ അവർ സംസാരിച്ചിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചാരിറ്റി സംഘടന വന്നിട്ട് ഷൈനിയുടെ കടം തീർത്തു, ഷൈനിയുടെ കടം തീർത്തു എന്ന മട്ടിൽ 1,00,000-ൽ താഴെ ഒരു തുകയാണ്. ആ തുക കുടുംബശ്രീക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് ആ കടം തീർക്കുന്നതായി കണ്ടു. അത് വാങ്ങിയ കുടുംബശ്രീക്കാരും മറ്റുള്ളവരും എല്ലാം ഷൈനിയുടെ കടം തീർത്തു, ഷൈനിയുടെ കടം തീർത്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഷൈനി എന്ന യുവതിയും രണ്ട് മക്കളും ഈ കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നത് പോലെ. ഇവിടെ ഈ കടബാധ്യത തീർത്തതുമായി വന്നിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡോക്യുമെന്റാണ്. ഷൈനിയുടെ മരണം ഭർത്തൃ പീഡനമാണെന്നും അതിന്റെ ഭാഗമായ ഒരു പാർട്ട് മാത്രമാണ് അവരുടെ ബാധ്യതയിൽ വന്നിട്ടുള്ള ഈ കടമെന്നും ഒക്കെ നേരത്തെ മൊഴി വന്നിട്ടുണ്ട്. നേരത്തെ അത്തരത്തിലുള്ള പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരത്തിലൊരു ആസൂത്രിത ശ്രമം വരുമ്പോൾ ഈ കടബാധ്യതയിൽ മനം നൊന്ത് പെൺമക്കളെയും കൂട്ടി ഷൈനി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തുമ്പോൾ ആ ഭർത്തൃ വീട്ടുകാർ രക്ഷപ്പെടല്ലേ? അപ്പോ ഇത്തരത്തിലൊരു ചാരിറ്റി വന്നത് എന്തിന്? ചാരിറ്റി വന്ന് ഈ കടം തീർക്കുമ്പോൾ ഷൈനിയുടെ കടം എന്ന് രേഖയിൽ ചേർക്കുന്നത് എന്തിന്? അതായത് ഷൈനി ആത്മഹത്യ ചെയ്തതാണ്, അതിൽ ഭർത്താവിനോ ഭർത്തൃ വീട്ടുകാർക്കോ യാതൊരു പങ്കുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും ഈസിയായി ഊരിപ്പോരാനും വെറും ഒരു ആത്മഹത്യയാണ് എന്ന് കണ്ട് അത് എഴുതിത്തള്ളാനും വേണ്ടിയിട്ടുള്ള സകല തെളിവുകളും ഉണ്ടാക്കുന്നതിന് എല്ലാവരും കൂട്ടുനിൽക്കുന്നു എന്നേ പറയാനുള്ളൂ. എറണാകുളത്തുള്ള എൻ്റെ ഒരു ഫോളോവർ കുര്യൻ, അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇടയ്ക്കൊക്കെ വളരെ വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എനിക്കൊരു വോയിസ് അയച്ചു തന്നു. ആ വോയിസ് നോട്ടിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായമായി അത് രേഖപ്പെടുത്തും. ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂർ ട്രെയിനിന്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ആ ഷൈനി ജീവിച്ചിരുന്നപ്പോൾ കരിങ്കുന്നത്തുള്ള ഒരു കുടുംബശ്രീയിൽ നിന്ന് എടുത്തിരുന്ന ലോൺ കുടിശ്ശിക ഒരു ചാരിറ്റി സംഘടന, ഇടുക്കി തടിയമ്പാടുള്ള ടോം ജോസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റി സംഘടന 95,222 രൂപ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ കൊടുത്തു തീർന്നതായിട്ട് കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു. ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷൈനി അവിടുന്ന് കടമെടുത്ത് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഷൈനി കുടിശ്ശിക വരുത്തിയതിനെതിരെ പരാതി കുടുംബശ്രീക്കാർ കൊടുത്തതിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ഷൈനി അതിനെ തുടർന്നും മരണപ്പെട്ടു എന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കാൻ പ്രതികൾക്കൊരു ഊന്നുവടി കൊടുക്കുകയാണ് ഈ ചാരിറ്റി സംഘടന ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഷൈനി അന്ന് പോലീസിൽ പറഞ്ഞിരുന്നത് ഇത് ഭർത്തൃ വീട്ടുകാരാണ് പണം എടുത്ത് ചെലവഴിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിന് തെളിവില്ല. ഭർത്തൃ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഈ കടമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, കടം എന്തിനെടുത്തു എന്ന് ഞങ്ങൾക്കറിയില്ല, പണം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആ മൊഴിക്ക്, അതായത് പ്രതികളായിട്ട് വന്നിരിക്കുന്ന ഭർത്തൃ വീട്ടുകാരുടെ ആ മൊഴിക്ക് ബലം നൽകുന്ന രീതിയിലായി പോയി ഈ ഷൈനിയുടെ മരണശേഷം ഒരു ചാരിറ്റി സംഘടന ഈ കടം വീട്ടി എന്ന് വരുന്നതിലൂടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടുംബശ്രീക്കാർ ഇവരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പൈസ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചെക്ക് കൈമാറുന്ന സന്ദർഭത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഷൈനി എടുത്ത പണം ഞാൻ തന്നു എന്നാണ് പറയുന്നത്.
മറ്റൊന്ന് ചാരിറ്റി സംഘടന പറയുന്നതും ഷൈനിയുടെ കടബാധ്യത ഞങ്ങൾ തീർത്തു എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും അതുതന്നെ ആവർത്തിക്കുന്നുണ്ട്. ഷൈനിയുടെ കടബാധ്യത ആ ചാരിറ്റി സംഘടന തീർത്തു, അവർക്ക് നന്ദി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീക്കാർ പറയുന്നത്, അവർ ആ ചെക്ക് കൈപ്പറ്റിക്കൊണ്ട് അവർ പറയുന്നതും ഈ പണം, അതായത് ഷൈനിയുടെ ഈ കടബാധ്യത ചാരിറ്റി സംഘടന തന്നു, അവർക്ക് നന്ദി എന്നാണ് ഈ ചാരിറ്റി സംഘടന പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ രേഖാമൂലം ഉള്ള കാര്യങ്ങളാണ്, അതായത് ഡോക്യുമെൻ്റഡാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. ഒന്ന്, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തത് ഷൈനി. 2, കുടുംബശ്രീക്കാരുടെ പരാതിയിൽ പ്രകാരം പ്രതിയായി വന്നിരിക്കുന്നത് ഷൈനി. 3, ഈ ഷൈനി മരണപ്പെട്ടതിന് ശേഷം ഈ കടബാധ്യത തീർത്തിരിക്കുന്ന ചാരിറ്റി സംഘടനയാണ്. ഷൈനി കടമാണ് ഇവർ വീട്ടിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ചാരിറ്റി സംഘടനയും പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു, കുടുംബശ്രീക്കാരും പറയുന്നു. അപ്പോൾ ഈ യഥാർത്ഥ പ്രതികളായ ഷൈനിയുടെ ഭർത്താവിൻ്റെ ആൾക്കാരും പറഞ്ഞിരിക്കുന്ന ആ മൊഴി, ഞങ്ങൾക്ക് ഈ കടമായിട്ട് ബന്ധം ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആ മൊഴി സാധൂകരിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡോക്യുമെൻ്റഡാണ്. ഇത് മുമ്പോട്ടുള്ള കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണമാണ് അവിടെ പ്രധാനമായിട്ടും വരേണ്ടത്. ആ മരണത്തിന് കാരണം എന്താണ് എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യന് ആൻസർ ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ബലം വരുന്നത്. അതായത് ഈ ഷൈനിക്ക് ഇങ്ങനെ ഒരു കടമുള്ള പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഈ കടം എടുത്ത് എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ല, ആ കടം വീട്ടിയിരിക്കുന്നത് പോലും വേറെ ഏതോ നാട്ടിലുള്ള ഒരു സന്നദ്ധ സംഘടനകളെല്ലാം കൂടെ ചേർന്നാണ് കടം വീട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കടമാണ് ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കേസാണെങ്കിലും ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പ്രതികൾക്ക് ഊരിപ്പോരാനുള്ള ഒരു പഴുത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന പുതിയ കേസാണെങ്കിൽ പോലും ആ കേസും ഇതുപോലെ തന്നെ ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രധാന കാരണം ഈ കടബാധ്യത മാത്രമായിരുന്നു എന്ന് അവർക്ക് വരുത്തി തീർക്കാനായിട്ട് സാധിക്കുന്നു. ആ കടബാധ്യതയ്ക്ക് കാരണം ഷൈനി മാത്രമാണെന്നും ഒരു കാരണവശാലും പ്രതികളായിട്ടുള്ള ഭർത്താവിൻ്റെ ആൾക്കാരോ അതിന് ഉത്തരവാദികൾ ആയിരുന്നില്ല എന്നും അവർക്കത് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഡോക്യുമെൻ്റഡാണ്, രേഖാമൂലം കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു വൻ ചതിയുടെ, അതായത് ഈ ബോബിയുടെ സഹോദരനായ ഷൈനയുടെ ഭർത്താവായ നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന ക്രിമിനൽ വക്രബുദ്ധിക്കാരനായ ഒരു പുരോഹിതൻ്റെ കൂർമ്മ ബുദ്ധിയും അല്ലെങ്കിൽ ആ പ്രതികൾക്ക് വേണ്ടി നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആരാണോ അവരുടെ കൂർമ്മ ബുദ്ധിയുടെ ഒരു പ്രതിഫലനമാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം വെറും 1 ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഈ കടം ഇവർക്ക് കൊടുത്തു തീർക്കാനില്ലാത്തത് കൊണ്ടല്ല, കാരണം ആ മരണത്തിന് ശേഷം ഇവർ ലക്ഷങ്ങളാണ് വാരി എറിഞ്ഞിരിക്കുന്നതെന്നുള്ളത് പൊതുസമൂഹം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരാ കടം കൊടുത്തു തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷൈനി പോലീസിൽ പറഞ്ഞിരിക്കുന്ന മൊഴി സാധൂകരിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതെ ഈ ചാരിറ്റി സംഘടനയെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചതിലൂടെ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വമ്പൻ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വരെ മറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കോടികൾ വരെ കിടന്ന് കളിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അണിയറ സംസാരങ്ങൾ. അതുകൊണ്ട് ഇത് പൊതുസമൂഹം ഒന്നുകൂടി വിലയിരുത്തുക. അതായത് യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങളെ ഏതെല്ലാം രീതിയിൽ സത്യങ്ങളാണ് എന്നുള്ള മേൽപ്പൊടി ചേർത്തുകൊണ്ട് വളച്ചൊടിക്കാൻ സാധിക്കും എന്നത് വ്യക്തമാകുന്നു. Different angles. Don't forget to subscribe and support this channel.